നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതീയ വേലൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21-ന് തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂമാൻ കോളേജിലെ 1970-1973 ബാച്ച് സുവോളജി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ മുടക്കി ഇടുക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാല നിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കട്ടപ്പന വള്ളക്കടവിൽ സമരാഗ്നി ജനകീയ സദസ്സ് നടന്നു. വെള്ളാങ്കുടിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. ഭാരതീയ വേലൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21-ന് തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BVS സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു മോഹൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ട്രഷറർ CS ശശീന്ദ്രൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ വേലൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി 21-ന് തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. സംഘടന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു മോഹൻ അധ്യക്ഷത വഹിക്കും. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് സംസ്ഥാന ട്രഷറർ CS ശശീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജ്യത്ത് ജാതി സംവരണം തുടർന്നേ മതിയാകൂവെന്ന് BVS പറഞ്ഞു. ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുക്കും. പട്ടികജാതി വിഭാഗത്തിൽ 8% നമുക്ക് അനുവദിച്ചിട്ടുള്ള സംവരണ തത്വം അനുസരിച്ച് നമുക്ക് 8%. അതിൽ തന്നെ ഭാരതീയ വേലൻ സൊസൈറ്റി വേലൻ സമുദായത്തിന് വണ്ണാനും പെരുവണ്ണാനും മണ്ണാനും അടക്കമുള്ള 5 സമുദായങ്ങൾ ഉൾപ്പെടുന്ന സമാന സ്വഭാവമുള്ള സമുദായങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഏകദേശം നമുക്ക് അതിനകത്ത് നിന്ന് അർഹമായി കിട്ടിയിരിക്കുന്ന 0.2% മാത്രമാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BVS ഇടുക്കി ജില്ലാ സെക്രട്ടറി രാജ്മോഹൻ VT, വൈസ് പ്രസിഡന്റുമാരായ വിനോദ് KS, സുധീഷ് കാഞ്ഞാർ, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു TK, സുനിൽ CM തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥ 21-ന് അടിമാലിയിലെത്തും. ഇതിന്റെ ഭാഗമായി രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. പഴയ വിടുതിയിൽ നിന്ന് ആരംഭിച്ച റാലി രാജാക്കാട് സമാപിച്ചു. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB ജോസ് ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് നടന്ന സമാപന സമ്മേളനം KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും ചേർന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണ് സമരാഗ്നി. 14 ജില്ലയിലും പര്യടനം നടത്തുന്ന സമരാഗ്നി 21-ന് അടിമാലിയിൽ എത്തിച്ചേരും. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടത്തുന്ന സമരാഗ്നി ഏറെ രാഷ്ട്രീയ ചർച്ചകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചുകൊണ്ടുമാണ് നടത്തപ്പെടുന്നത്. സമരാഗ്നിയുടെ പ്രചരണാർത്ഥം മണ്ഡലം അടിസ്ഥാനത്തിൽ വിവിധ പ്രചരണ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. പ്രചരണങ്ങളുടെ ഭാഗമായി രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി. പഴയവിടുതിയിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി രാജാക്കാട്ടിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ക്യാപ്റ്റനായ റാലി പഴയവിടുതിയിൽ ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB ജോസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജാഥ കഴിഞ്ഞ 9-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 28-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ സമരാഗ്നി ജാഥ 20-21 തീയതികളിലായി ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാലിൻ മർക്കോസ്, കിങ്ങിണി രാജേന്ദ്രൻ, മിനി ബേബി, ബിജു കൂട്ടുപുഴ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് ജാഥ ക്യാപ്റ്റൻ ജോഷി കന്യാക്കുഴിക്ക് പതാക കൈമാറി.
തുടർന്ന് വിളംബര റാലി രാജാക്കാട്ടിലെത്തി സമാപിച്ചു. രാജാക്കാട് നടന്ന സമാപന സമ്മേളനം KPCC അംഗം R. ബാലംപിള്ള ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോഷി കന്യാക്കുഴിക്ക സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ന്യൂമാൻ കോളേജിലെ 1970-1973 ബാച്ച് സുവോളജി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ കൊച്ചുത്രേസ്യ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദേശീയ ഹാൻഡ്ബോൾ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ച അബ്ദുൾ ജബ്ബാറിന്റെ മകൻ സുഹേൽ ജബ്ബാറിനെ പ്രിൻസിപ്പൽ ആദരിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 1970-73 വർഷത്തെ സുവോളജി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 18 പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സംഗമത്തിൽ പങ്കുചേർന്നു. LCM മത്തായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ കൊച്ചുത്രേസ്യ തോമസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂമാന്റെ ഈ അങ്കണത്തിൽ വീണ്ടും കടന്നു വരാൻ വലിയ മനസ്സ് കാണിച്ചതിന് ഈ കലാലയത്തിന്റെ സ്നേഹാദരവുകളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഇനിയും ന്യൂമാനിലേക്ക് വരണം. കാരണം ഒരു കോളേജായി മാറുന്നത് അതിന് പഠിച്ചിറങ്ങിയവരുടെ വാക്കുകളിലൂടെയാണ്. കോളേജ് ഒരുപാട് വലുതായി പോകുന്നു. നിങ്ങളിൽ നിന്ന് എന്തുണ്ടാവുന്നു, അലംനി എന്ത് സംസാരിക്കുന്നു, ഈ ന്യൂമാന്റെ അലംനി എവിടെ എത്തി എന്നതിലാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വളർച്ചയ്ക്ക്. തീർച്ചയായും ഇങ്ങനെയുള്ള സ്നേഹ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവണം. കാരണം ഇപ്പോൾ നമുക്കറിയാം എല്ലാ വീടുകളിലൊക്കെ എല്ലാവരും നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു ലോകം മാത്രമായി താമസിയാതെ നമ്മുടെ കേരളം മാറുമ്പോൾ ഈ ഒന്നിച്ചു പഠിച്ച ഈ സൗഹൃദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് വലിയ തണലും അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് മാറണം. ദേശീയ ഹാൻഡ്ബോൾ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച അബ്ദുൾ ജബ്ബാറിന്റെ മകൻ സുഹേൽ ജബ്ബാറിനെ പ്രിൻസിപ്പൽ ആദരിച്ചു. സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ HOD പ്രൊഫസർ ജിഷ ജേക്കബ് ആശംസകൾ നേർന്നു. പൊതുയോഗത്തിന് ശേഷം പഴയ സഹപാഠികൾ പരസ്പരം ഓർമ്മകൾ പങ്കുവെച്ച് സൗഹൃദം പുതുക്കി. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ മുടക്കി ഇടുക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാല നിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയിലെ തടിയമ്പാട് ഉൾപ്പെടെ കേരളത്തിലെ 4 ജില്ലകളിലായി 167 കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന 7 പദ്ധതികൾ ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്നവയിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ ഭരണാനുമതി നൽകാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സേതുബന്ധൻ പദ്ധതി പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ CRIF ഹെഡിലുള്ള പദ്ധതിയാണ് സേതുബന്ധൻ. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സമ്മർദ്ദം ചെലുത്തി വളരെയധികം പിന്നിൽ പ്രവർത്തിച്ച് അനുവദിപ്പിച്ചെടുത്ത നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ തടിയമ്പാട് നിന്നും മരിയാപുരം പഞ്ചായത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേജർ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനാവശ്യമായി സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുകയാണ്. നമുക്കറിയാം, CRIF പദ്ധതി അതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പ് PWD NH വിഭാഗമാണ്. കേന്ദ്ര സർക്കാരാണ് പണം അനുവദിക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ അപ്രൂവൽ നൽകുന്നത്. എന്നാൽ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, സംസ്ഥാന PWD NH വിഭാഗമാണ്. അപ്പോൾ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതും സംസ്ഥാന ഗവൺമെൻറ് വഴിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു പദ്ധതി, സേതുബന്ധൻ പദ്ധതി എന്ന പേരിൽ
പാലങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി MP എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടതിൻ്റെ പരിഗണനയിലാണ് ഈ പറയപ്പെടുന്ന തടിയമ്പാട് മരിയാപുരം 200 മീറ്റർ നീളത്തിലുള്ള നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലത്തിനുള്ള പ്രപ്പോസൽ അംഗീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ, കൃത്യമായി പറഞ്ഞാൽ നവംബർ 26-ാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയൽ എത്തി. ഈ ഫയൽ നമ്പർ എന്ന് പറയുന്നത് 239592-6 ഇതാണ് ഫയൽ നമ്പർ. 23-ാം തീയതി നവംബർ മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിസംബറും ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി 23 ആറായി. 3 മാസമായി ഫിനാൻസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയൽ ഇരിക്കുകയാണ്. എന്തിനാണ് ധനകാര്യ വകുപ്പിൽ ഈ ഫയൽ ഇങ്ങനെ അനാവശ്യമായി പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ആ മറുപടിയാണ് ഇവിടെ ലഭിക്കേണ്ടത്. എന്തെങ്കിലും ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഇവിടെ ധനകാര്യ പ്രതിസന്ധിയെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ പ്രൊജക്റ്റാണ്. സംസ്ഥാനം വഴിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് മാത്രമുള്ള ഒരു വ്യത്യാസമുള്ളൂ. പൈസ പൂർണ്ണമായി 1 പൈസ പോലും സംസ്ഥാന ഗവൺമെൻറ് മുടക്കില്ല. പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നാഷണൽ ഹൈവേ വിഭാഗമാണ്. ഇടുക്കിയിലെ തടിയമ്പാട് ഉൾപ്പെടെ കേരളത്തിലെ 4 ജില്ലകളിലായി 167 കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന 7 പദ്ധതികൾ ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്നവയിൽ പെടുമെന്നും ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആഗോള സാമൂഹ്യനീതി ദിനാചരണത്തിന്റെ ഭാഗമായി മുതലക്കോടം സെന്റ് ജോർജസ് ഹൈസ്കൂളിൽ സാമൂഹ്യനീതി ദിനാചരണം സംഘടിപ്പിച്ചു. മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും സസ്യജാലങ്ങൾക്കുമെല്ലാം നീതിയായത് ചെയ്യുകയെന്ന ആശയത്തിലൂന്നിയായിരുന്നു ഈ വർഷത്തെ ദിനാചരണം. ഹെഡ്മാസ്റ്റർ ഫാദർ പോൾ ഇടത്തൊട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് ദിനാചരണ സന്ദേശം നൽകി. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനത്തിൽ വേറിട്ട സന്ദേശവുമായി മുതലക്കോടം സെന്റ് ജോർജസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ SPC, സ്കൗട്ട് ഗൈഡ്, JRC, ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് സാമൂഹ്യനീതി ദിനാചരണം സംഘടിപ്പിച്ചത്. കുട്ടികൾക്ക് ദാഹജലം ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച വാട്ടർ ബില്ലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കുട്ടികളുടെ നിർദ്ദേശപ്രകാരമാണ് ദിനാചരണം നടത്തിയത്. മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും സസ്യജാലങ്ങൾക്കുമെല്ലാം നീതിയായത് ചെയ്യുക എന്ന ആശയത്തിൽ ഊന്നിയാണ് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിച്ചത്. ഹെഡ്മാസ്റ്റർ ഫാദർ പോൾ ഇടത്തൊട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആയി ലോകം മുഴുവൻ ആചരിക്കുന്ന ഈ ദിവസത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷിജാലങ്ങളോടും പ്രകൃതിയോടും ചെടികളോടും പുല്ലിനോടും എല്ലാം സമഭാവനയോടെ പെരുമാറാൻ ഉള്ള നമ്മുടെ മനോഭാവവും മനസ്സും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ ദിവസം അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കുകയാണ്. എന്തെങ്കിലും ആശയങ്ങൾ പറയുന്നവരല്ല, അതിനപ്പുറത്ത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ മനസ്സ തയ്യാറായ നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും നല്ലൊരു സന്ദേശമാണ് ഈ ലോകത്തിന് കൈമാറുന്നത്. ഈ പ്രകൃതിക്ക് മുഴുവനും ജലം നൽകുവാനുള്ള സന്മനസ്സാണ് സെന്റ് ജോർജ് ഹൈസ്കൂൾ, SPC, JRC, സ്കൗട്ട് ഗൈഡ്, ലിറ്റിൽ കൈറ്റ്സ് എന്നീ സംഘടനകളെല്ലാം ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് ദിനാചരണ സന്ദേശം നൽകി. ചടങ്ങിൽ പറവയ്ക്കൊരു തണ്ണീർക്കുടം എന്ന പദ്ധതി അവതരിപ്പിച്ചു. സ്കൂൾ ക്യാമ്പസിലെ മരങ്ങളിൽ കുട്ടികൾ തന്നെ കയർ ഉപയോഗിച്ച് ഉറികൾ കെട്ടി അതിൽ മൺചട്ടികൾ സ്ഥാപിച്ച് പക്ഷികൾക്ക് ദാഹജലം ഉറപ്പുവരുത്തി. സ്കൂളിലെ മത്സ്യക്കുളത്തിലെ മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുകയും പരിപാലിക്കുകയും ചെയ്തു. കൂടാതെ മാതൃകാ കൃഷിത്തോട്ടത്തിൽ ജലസേചനം നടത്തി. സ്കൂളിലെ കലാ അധ്യാപകൻ രഞ്ജിത്ത് മോഹൻ, മലയാളം അധ്യാപകൻ ബിജോ അഗസ്റ്റിൻ, ക്ലർക്ക് ബിനു വർഗീസ്, ഓഫീസ് ജീവനക്കാരായ സജി, സിജോ എന്നിവർ നേതൃത്വം നൽകി. പ്രോഗ്രാം കോർഡിനേറ്ററായ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജിയോ ചെറിയാൻ സ്വാഗതവും ജോമോൻ ജോർജ് നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും കരുതലും നീതിയും മാത്രമല്ല സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുക. പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടും മനുഷ്യൻ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവയോടും ഏറ്റവും കാരുണ്യവും കരുതലും സ്നേഹവും നീതിയും നാം പുലർത്തണം. ഇന്ന് നമ്മുടെ സ്കൂൾ, ഇവിടുത്തെ സംഘടനകളിൽ അംഗമായിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളും ഈ സ്കൂൾ മുഴുവനും ഇത്തരത്തിൽ നല്ലൊരു ആശയം, നല്ലൊരു സാമൂഹിക
പ്രതിബദ്ധതയിൽ ഊന്നിയ ഈ സന്ദേശം ലോകത്തിന് കൈമാറുകയാണ്. അതിന് തയ്യാറായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും. ന്യൂസ് ബ്യൂറോ, മുതലക്കോട്. ജലശ്രീ ക്ലബ്ബുകളുടെ ജില്ലാതല ഉദ്ഘാടനവും അധ്യാപക പരിശീലന ക്യാമ്പും നടന്നു. മരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ സ്കൂളുകളിൽ രൂപീകരിക്കുന്ന ജലശ്രീ ക്ലബ്ബുകളുടെ ജില്ലാതല ഉദ്ഘാടനവും അധ്യാപക പരിശീലന ക്യാമ്പും മരിയാപുരം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു. ജലസാക്ഷരതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന വലിയ വിപത്തായ കുടിവെള്ളക്ഷാമത്തെ ചെറുക്കാൻ എന്ന ലക്ഷ്യത്തോടെയാണ് ജലശ്രീ ക്ലബ്ബുകളുടെ പ്രവർത്തനം. ISA ചെയർമാൻ അഡ്വക്കേറ്റ് TK തുളസീധരൻപിള്ള അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ജലത്തെക്കുറിച്ച് ആവശ്യമായ പഠനം. ഒരുപക്ഷെ നേരത്തെ അതിൻ്റെ ആവശ്യമില്ല. കാലാന്തരത്തിൽ വന്ന ഇന്നത്തെ ഒരു ചേഞ്ച്, മാറ്റം, ജലസംരക്ഷണത്തിന് കൂടുതൽ എല്ലാവരെയും അവയർനെസ് എത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരിയാപുരം സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സിബിച്ചൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ ബിജുമോൻ KK പദ്ധതി വിശദീകരണം നടത്തി. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം അനുമോൾ കൃഷ്ണൻ, സെന്റ് മേരീസ് ഹൈസ്കൂൾ HM സിജുമോൻ ദേവസ്യ, ISA പ്ലാറ്റ്ഫോം ചെയർമാൻ ജിജിൻ വിശ്വൻ, ട്രൈബൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ക്രിസ്ത്യൻ M ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന വള്ളക്കടവിൽ സമരാഗ്നി ജനകീയ സദസ്സ് നടന്നു. വെള്ളയാംകുടിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കള്ളം മാത്രം പറയുന്ന പ്രധാനമന്ത്രിയും കൊള്ളത്തലവനായ മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും ഭരിക്കുന്നതെന്ന് EM അഗസ്തി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതൃത്വം നൽകുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥ 21-ന് കട്ടപ്പനയിൽ എത്തിച്ചേരും. ഇതിനു മുന്നോടിയായി ജാഥയുടെ പ്രസക്തി സമൂഹത്തിൽ എത്തിക്കുന്നതിനായിട്ടാണ് സമരാഗ്നി ജനകീയ സദസ് സംഘടിപ്പിച്ചത്. കട്ടപ്പന വെള്ളയാംകുടിയിൽ നിന്നും വള്ളക്കടവിലേക്ക് ബൈക്ക് റാലി നടത്തി. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമോട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലൊരിക്കലും സത്യം പറയാത്ത പ്രധാനമന്ത്രി, പാർലമെന്റ് മര്യാദകൾ ലംഘിക്കുന്ന പ്രധാനമന്ത്രി, ജനങ്ങളെ ഭയപ്പെടുത്താൻ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി രാജ്യത്തിന് ദുരന്തം കൊണ്ടുവരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം മാറണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അത് ജനങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതൊരു മുഖം കൂടിയുണ്ട്, അത് സംസ്ഥാന ഗവൺമെന്റേതാണ്. ആ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പ്രിയപ്പെട്ട ശ്രീ തോമസ് രാജൻ ഈ കാര്യത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം കണ്ട് ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരൊന്നും അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അഴിമതിക്കാരായി തെളിയിക്കപ്പെട്ടിട്ടില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ മാത്രമാണ് അഴിമതിക്കാരൻ വരയിൽ കോടതി ശിക്ഷിച്ചത്. ബാക്കിയുള്ളവരെ പറ്റിയൊക്കെ ആക്ഷേപം വന്നു, ആർക്കും തെളിയിക്കാൻ പറ്റിയില്ല. അവരെല്ലാവരും മദ്യശുദ്ധി വരുത്തി പുറത്തു വന്നു. ആട്ടെ, പിണറായിയുടെ സ്ഥിതി എന്താ? സ്നേഹിതന്മാരെ, കുടുംബം അദ്ദേഹം മാത്രമല്ല, കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരു കൊള്ള സംഘം പോലെ കേരളത്തെ കൊള്ളയടിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കള്ളം മാത്രം പറയുന്ന പ്രധാനമന്ത്രിയും കൊള്ളത്തലവനായ മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും ഭരിക്കുന്നതെന്ന് EM അഗസ്തി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള കുറ്റപത്രം അവതരിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മനോജ് മുരളി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കൗൺസിലർമാരായ ഷൈനി സണ്ണി ചെറിയാൻ, സജിമോൾ ഷാജി, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. പീരുമേട് നിയോജക മണ്ഡലം പൂർണ്ണമായും, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്കിലെ 6 മണ്ഡലങ്ങളും, ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം, വാഴത്തോപ്പ് മണ്ഡലങ്ങളും, കട്ടപ്പന ബ്ലോക്കിലെ വാത്തിക്കുടി, കാമാക്ഷി, കട്ടപ്പന, കാഞ്ചിയാർ മണ്ഡലങ്ങളിലെ പ്രവർത്തകരും ഉൾപ്പെടെ 15,000 പേർ സമരാഗ്നിയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച പാലിയേറ്റീവ് ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പാലിയേറ്റീവ് ആശുപത്രി നാടിന് സമർപ്പിച്ചു.
പ്രായഭേദമന്യേ കിടപ്പ് രോഗികൾക്കുള്ള സാന്ത്വന പരിചരണം, കൗൺസിലിംഗ്, യോഗ, പഞ്ചകർമ്മ ചികിത്സ എന്നിവയെല്ലാം ആവശ്യാനുസരണം നൽകുന്നതിനും അവരുടെ ജീവിത നിലവാരത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാകുന്നതും ലക്ഷ്യമിട്ട് നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പാലിയേറ്റീവ് ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നല്ല റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഈ ആശുപത്രിയുടെ പ്രാരംഭം മുതലുള്ള ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി നടത്തിയ അവലോകനം ഏറെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ആശുപത്രിയായി നമ്മുടെ ഈ മേഖലയിലെ ഈ പ്രവർത്തനം ഏറെ സഹായകമാകുന്നുണ്ട്. അതിനോടനുബന്ധമായിട്ടാണ് ഇന്ന് പാലിയേറ്റീവ് അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ച് ഈ ഡിവിഷൻ മെമ്പറായിരുന്ന ശ്രീമതി ലിസമ്മ സാജൻ ആരംഭം കുറിച്ച് ഇന്ന് ശ്രീ KG സത്യനും ജില്ലാ പഞ്ചായത്ത് വളരെ താല്പര്യപൂർവ്വം ഈ പദ്ധതിയുടെ പൂർത്തീകരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR സുരേഷ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ JP റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആശുപത്രി നിർമ്മാണത്തിനായി മുൻകൈയെടുത്ത മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജനെ മന്ത്രി ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ഡോക്ടർ KS പ്രിയ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ KG സത്യൻ, MJ ജേക്കബ്, ആശ ആന്റണി, ഷൈനി സജി, ഷൈനി റെജി, ഇന്ദു സുധാകരൻ, CV സുനിത, സെക്രട്ടറി ഷെർല ബീഗം, ഡിറ്റാജ് ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബിസിനസ് വാർത്ത. ഒരു പതിറ്റാണ്ടിനടുത്ത് തൊടുപുഴയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് സമാനതകളില്ലാത്ത പുതുമകളും ഇതുവരെ കാണാത്ത മികവും കൊണ്ട് 20 ലക്ഷത്തിലധികം വരുന്ന ഉപഭോക്തൃ മനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഇനി ഏറെ വലുതാകുകയാണ്. മഹാറാണിയുടെ വിപുലീകരിച്ച കടയുടെ ഉദ്ഘാടനം മാർച്ച് 2-ന് തെന്നിന്ത്യൻ സിനിമാ താരം സാമന്ത നിർവഹിക്കും. ഇതിനു മുന്നോടിയായി വെഹിക്കിൾ ഫ്ലാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ഇന്ത്യയുടെ നാനാദിക്കിൽ നിന്നുമുള്ള വൈവിധ്യങ്ങളുടെ വിസ്മയം ഒരുമിപ്പിച്ചുകൊണ്ട് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് വിപുലീകരിച്ചിരിക്കുകയാണ്. മാർച്ച് 2-ന് രാവിലെ 10-ന് തെന്നിന്ത്യൻ സിനിമാ താരം സാമന്ത ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള വെഹിക്കിൾ ഫ്ലാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. തൊടുപുഴയിൽ നിന്നും തുടങ്ങി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വസ്ത്രവ്യാപാര രംഗത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ വിലക്കുറവ്, ജനങ്ങൾക്ക് സുതാര്യമായ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി മഹാറാണി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പ്രധാനത്തെ എല്ലാവരെയും നേരിട്ട് കണ്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി ഒരു 10ഓളം വരുന്ന വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫും ഇന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ വാഹന പ്രകടനം നടത്തുകയാണ്. ഇന്ന് ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നടന്നിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 2-ാം തീയതി ഈ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട തൊടുപുഴയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ആദരമായി ക്ഷണിച്ചുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി 6ാം വാർഡ് കൗൺസിലർ അഫ്സൽ, അഡ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA, മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴമ്പള്ളി, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയിൽ 65,000 സ്ക്വയർ ഫീറ്റിൽ ഒരു വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമാണ് പുതുതായി സമർപ്പിക്കുന്ന നാടിനായിട്ട്. അപ്പോൾ നാളിതുവരെ നമ്മുടെ നല്ലവരായ ഒത്തിരി ആളുകൾ മഹാറാണിയുമായി നല്ല നിലയിൽ സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഈ അവസരത്തിൽ വലിയൊരു നന്ദി അറിയിക്കുന്നതോടൊപ്പം പുതുതായി മാർച്ച് 2-ന് തെന്നിന്ത്യൻ താരം സാമന്ത ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന മഹാറാണിയിലേക്ക് നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും സഹൃദയം
സ്വാഗതം ചെയ്യുകയാണ്. യുണീക് ഡിസൈനിലും വ്യത്യസ്ത ട്രെൻഡിലും നിറത്തിലുമുള്ള കല്യാണ സാരികൾ, ലഹങ്കകൾ, ഗാഗ്ര ചോളി, ഫ്രോക്കുകൾ, ദാവണി സെറ്റുകൾ എന്നിവയ്ക്കൊപ്പം ഓരോ വരന്മാരുടെയും ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ മനസ്സ് നിറയ്ക്കുന്ന ട്രെൻഡും ട്രഡീഷണലും ഒരുമിക്കുന്ന ഷർട്ടുകൾ, മുണ്ടുകൾ തുടങ്ങി വെസ്റ്റേൺ വെയറുകളായ ഷോർട്സ്, ജീൻസ് എന്നിങ്ങനെയുള്ള വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരമാണ് മഹാറാണിയിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ പ്രഥമ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രഥമ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുഗുണമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് SSKയുമായി ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കമലേശ്വരം സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പ്രഥമ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായ തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ഉദ്ഘാടനം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര കുട്ടികൾക്ക് ഈ പഠനം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്, എത്ര കുട്ടികളെ അവരുടെ സംവിധാനത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രധാനം. എന്ത് പഠിച്ചു എന്നുള്ളതിനല്ല, നമ്മളിന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. പൊതുവിദ്യാഭ്യാസത്തെ ബന്ധപ്പെട്ട മാറ്റങ്ങൾ അതിരടിയനായ ഉദ്യോഗത്തിൽ പറയുകയുണ്ടായി. വിളിച്ചെഴുത്തുകളല്ല, മാറ്റങ്ങളിലെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നതിനെ ബഹുമാനായ പിണറായി വിജയൻ പറയുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈയിടെ സ്വകാര്യ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ കോഴിക്കോട് വിദ്യാർത്ഥികളുമായിട്ട് അല്ലെങ്കിൽ യുവാക്കളുമായിട്ടുള്ള മുഖാമുഖ പരിപാടിയിൽ പങ്കെടുത്തു മലബാർ കോളേജിൽ ഏറ്റവും അധികം യുവാക്കളും യുവതികളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സംവാദിക്കുന്നത്. എന്താണ് അവർ സംവാദിക്കുന്നത്, എന്താണ് അവർ ചോദിക്കുന്നത്? ഒരേ ഒരു ചോദ്യം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, യുവാക്കളെ സംബന്ധിച്ച്, യുവതികളെ സംബന്ധിച്ച് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഈ കാലഘട്ടം വരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പഠിച്ച് ഞാനൊരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിലൂടെ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു തൊഴിലവസരം അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ ആ തൊഴിൽ ലഭിക്കുമ്പോൾ എനിക്ക് അതിന് കിട്ടേണ്ട വേറെ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് കിട്ടേണ്ട ഇൻകം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷനായി. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളായ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ കോഴ്സ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരനും ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സലും നിർവഹിച്ചു. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ബിന്ദുമോൾ D, SDC റീജിയണൽ കോർഡിനേറ്റർ അജയ് B, NSQF സെൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സബീൽ ബിൻ സത്താർ, BRC പ്രോജക്ട് കോർഡിനേറ്റർ MR അനിൽകുമാർ, SMC ചെയർമാൻ മുഹമ്മദ് ഫാസിൽ, MBTA പ്രസിഡന്റ് ജൂബി ജീവൻ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത രാജം വർഗീസ് സ്വാഗതവും PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവാഹ വാർത്ത. പന്നൂർ പൂവത്തുങ്കൽ പരേതനായ സണ്ണി സെബാസ്റ്റ്യന്റെയും ജെസിയുടെയും മകൻ നെവിൽ സെബാസ്റ്റ്യൻ സണ്ണിയും കരിമണ്ണൂർ കാവാലം വീട്ടിൽ സുനിത ഡോക്ടർ പ്രേംകുമാർ ദമ്പതികളുടെ മകൾ പാർവതിയും തമ്മിലുള്ള വിവാഹം വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ വെച്ച് നടന്നു. നമ്പ്യാപ്പറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ വിവാഹ റിസപ്ഷനും ഒരുക്കി.
ഒരിക്കൽ കൂടി. ഭാരതീയ വേലൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21-ന് തൊടുപുഴയിൽ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂമാൻ കോളേജിലെ 1970-1973 ബാച്ച് സുവോളജി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ മുടക്കി ഇടുക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാല നിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കട്ടപ്പന വള്ളക്കടവിൽ സമരാഗ്നി ജനകീയ സദസ്സ് നടന്നു. വെള്ളാങ്കുടിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.